له من يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. يقرأ كتابك كفى بنفسك اليوم عليك حسيبا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും രഹസ്യമേഖലകളിൽ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, നിയമ നിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ദുർബലതയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ എല്ലാവരും. നമ്മൾ ചിലപ്പോ ചിന്തിച്ചു പോകാറുണ്ട്, നമുക്ക് എല്ലാ കഴിവുകളുമുണ്ട്, ഞാൻ എല്ലാറ്റിനും പോന്നവനാണ്, എനിക്കാരുടെയും സഹായം വേണ്ട. ഇതൊക്കെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. എന്നാൽ അപ്രതീക്ഷിതമായി വന്നെത്തുന്ന പല സംഭവങ്ങൾ തെളിയിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് സ്വന്തമായിട്ട് നിലനിൽപ്പില്ല. മറ്റുള്ളവരുടെ സഹായം എല്ലാ സന്ദർഭങ്ങളിലും അവൻ ആവശ്യപ്പെടുന്നുണ്ട്. ചിലപ്പോ മനുഷ്യൻ അവന്റെ ജീവിതത്തിലുണ്ടാകുന്ന വിധിയെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്, ദുഷ്ടഗുണത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം, അത് ഒരു അന്ധവിശ്വാസമാണ് എന്ന് പോലും മനസ്സിലാക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതും, നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്, അവൻ എന്റെ റബ്ബാണ്, അവനെന്റെ രക്ഷിതാവാണ് എന്ന് പറഞ്ഞാൽ, ഘട്ടം ഘട്ടമായി പടിപടിയായിട്ട് എന്നെ വളർത്തിക്കൊണ്ടുവന്നവൻ അള്ളയാണ്. ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറകളിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിവുള്ള അള്ളാഹു, അവനെ നമ്മെ പുനർജീവിപ്പിക്കാൻ ഒരു പ്രയാസമില്ല. അപ്പൊ നമ്മെ ഇവിടെ സൃഷ്ടിച്ച അള്ളാഹു ഓരോ ജീവിയുടെയും എല്ലാ കാര്യങ്ങളും കൃത്യമായി കണക്കുകൾ അനുസരിച്ചുകൊണ്ടാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലെ 13-ാമത്തെ വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്, വകുല്ല ഇൻസാൻ
അൽസംനാഹു ത്വാഇറഹു ഫീ ഉൻഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. എല്ലാ മനുഷ്യനും തന്നെ അവന്റെ ശകുനം അവന്റെ കഴുത്തിൽ നാം ഉറപ്പിച്ചു വച്ചിരിക്കുന്നു, ഏർപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ അവന് ഒരു ഗ്രന്ഥം, ഒരു രേഖ നാം വെളിച്ചത്ത് കൊണ്ടുവരും. ആ രേഖ തുറന്ന് വിരുത്തപ്പെട്ടതായിട്ട് അവൻ കണ്ടെത്തുന്നതാണ്. നാളെ പരലോകത്ത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ കർമ്മരേഖ അത് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുകയാണ്, ആ കർമ്മങ്ങൾക്ക് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. എന്നിട്ട് അല്ലാഹ് നമ്മോട് പറയാണ്, ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. എന്താ പറയപ്പെടുക? നിന്റെ ഗ്രന്ഥം നീ വായിച്ചുകൊള്ളുക. ഈ ഗ്രന്ഥം നീ ചെയ്തു കൂട്ടിയതാണ്, നീ പ്രവർത്തിച്ചതാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അത് വായിക്കണം. നിന്റെ പേരിൽ കണക്ക് നോക്കുന്നവനായിട്ട് ഇന്ന് നീ തന്നെ മതി. അതായത് എന്റെ ജനനം തൊട്ട് മരണം വരെയുള്ള എന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വള്ളിപ്പുള്ളി തെറ്റാതെ രേഖപ്പെടുത്തി അത് നിവർത്തി വെക്കപ്പെട്ടതായ എന്റെ കയ്യിൽ തന്ന് വായിച്ചു നോക്കാൻ എന്നോട് കൽപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭം സംഭവിക്കാൻ പോകുന്ന കാര്യമാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് മറ്റുള്ളവരെ പ്രാകേണ്ടതോ കുറ്റപ്പെടുത്തേണ്ടോ ചെയ്യേണ്ടതില്ല. നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ കർമ്മഫലമാണ്. അതുകൊണ്ട് അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷിയെ എടുത്തിട്ട് അവര് വലത്തോട്ട് അവര് പറത്തുന്ന സമയത്ത് ആ പക്ഷി എങ്ങാനും വലത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നല്ല ശകുനമായിട്ടും ഇടത്തോട്ടാണ് മാറിയതെങ്കിൽ അത് ദുശകുനമായിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള ദുശകുനങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഒരു പൂച്ച, അത് പ്രത്യേകിച്ച് ഒരു കറുത്ത പൂച്ചയാണെങ്കിൽ അത് കുറുകെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് യാത്ര പുറപ്പെട്ടാൽ നമ്മുടെ കാര്യങ്ങളൊന്നും ഭംഗിയായി പര്യവസാനിക്കുകയില്ല എന്നുള്ള വിശ്വാസം. അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയിട്ട് എന്തോ മറന്നു വെച്ചാൽ തിരിച്ചു വീട്ടിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം ശരിയാവില്ല. ഇങ്ങനെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പേറിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ, അന്ധവിശ്വാസം അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ബർക്കത്ത് തരില്ല, നമുക്ക് ഖൈർ തരില്ല. അള്ളാഹുവിൽ കാര്യങ്ങൾ പരമേൽപ്പിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ ചെയ്യുന്ന നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവന്റെ കഴുത്തിൽ മാല പോലെ തൂക്കിയിട്ടുണ്ട്. അതായത് ഒരാൾക്കും തന്റെ കർമ്മങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദി, അതിന്റെ കസ്റ്റോഡിയൻ ഞാൻ തന്നെയാണ്. അത് ഇന്നാള് ചെയ്തുകൊണ്ടാണ്, ഇന്നാള് എനിക്കതിൽ സിഹറ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളുടെ കണ്ണു പറ്റിയതാണ്. ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ മറ്റാരുടെയെങ്കിലും കാര്യങ്ങൾ ഏച്ചുകെട്ടുക എന്നുള്ള ഒരു സ്വഭാവം ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, സ്വയം വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മൾ നാളെ പരലോകത്ത് വിചാരണ ഉണ്ട്. ഈ വിചാരണ സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വയം വിചാരണ നടത്തണം. മുഹാസബ എന്നതിന് പറയാം. ഇതൊരു വല്ലാത്ത ഹൈറായിട്ടുള്ള കാര്യമാണ്. ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വന്തം പ്രവർത്തികൾ അവ വിലയിരുത്തുക എന്നുള്ളതാണ് മുഹാസബ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിട്ടുണ്ട്. ഈ കർമ്മങ്ങൾ ഇപ്പോ ഇലക്ഷൻ അവസാനിച്ചു, ഇപ്പോ ഓരോരുത്തരും അത് അനലിറ്റിക്കൽ സ്റ്റഡി നടത്തുകയാണ്. എന്താ അനലിറ്റിക്കൽ സ്റ്റഡി? ഏത് സ്ഥാനാർത്ഥിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുക, ഏത് ബൂത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്, ആരൊക്കെയാണ് വന്നത്, ആർക്കാണ് വോട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇത് കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്താൻ ഇന്നത്തെ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് പരലോകത്തേക്ക് നഷ്ടമാണോ അല്ലെങ്കിൽ ലാഭമാണോ, ഞാൻ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ വിലയിരുത്തുക എന്നുള്ളത് ഒരു വിശ്വാസി ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മമാണ്. എന്താ അതിന്റെ നേട്ടങ്ങൾ സഹോദരങ്ങളെ? ഒരുപാട് നേട്ടങ്ങളുണ്ട്. അത് ഒന്നാമത്തെ നേട്ടം, പരലോകത്ത് കഠിനമായിട്ടുള്ള വിചാരണ ലഘൂകരിക്കപ്പെടും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന അമലുകൾ, അതിന്റെ നിയ്യത്ത് അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ, അള്ളാന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടാണോ, എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണോ, ഇതൊക്കെ എനിക്കറിയാലോ. ഇത് ഞാൻ തന്നെ വിചാരണ നടത്തുക. ഓരോ ദിവസവും ഞാൻ നമസ്കരിക്കുമ്പോൾ ഇന്നത്തെ നിസ്കാരം ശരിയായിട്ടുണ്ടോ, എന്റെ പ്രാർത്ഥന ശരിയായിട്ടുണ്ടോ, ഞാൻ അയാളോട് വാക്ക് പറഞ്ഞത് ലംഘിച്ചിട്ട്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ സ്വയം വിചാരണ ചെയ്യുന്നു. അപ്പൊ ഈ ലോകത്ത് വെച്ച് തന്നെ സ്വന്തം തെറ്റുകൾ കണ്ടെത്തി തിരുത്തുന്നതിന് യഥാർത്ഥത്തിൽ ഈ മുഹാസബ എന്നുള്ളത് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മുഹാസബ നടത്തുന്നതോടുകൂടി ഒരാൾക്ക് കിട്ടുന്നത് തസ്കിയത്തുൻ നഫ്സാണ്. നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ നിരന്തരം തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നതാണ്. അത് മലിനമാവും, കേടുവരും. അതുകൊണ്ട് സ്വന്തം പോരായ്മകളെപ്പറ്റി ബോധവാനാകാൻ, എനിക്കൊരുപാട് മിസ്റ്റേക്സ് വരുന്നുണ്ട്, എന്റെ ഒരുപാട് തെറ്റുകളുണ്ട്, ആ തെറ്റ് എന്താണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുക. സ്വാഭാവികമായിട്ട് തെറ്റ് വന്നെന്ന് പറയുമ്പോൾ ഞാൻ ആ തെറ്റിനെ ശുദ്ധീകരിക്കാനും അഹങ്കാരത്തിൽ നിന്നും അസൂയയിൽ നിന്നും അതുപോലെയുള്ള ഒരുപാട് രോഗങ്ങളിൽ നിന്ന് എന്റെ മനസ്സിനെ മുക്തമാക്കാൻ, അല്ലെ, മനുഷ്യരൊക്കെ ബാധിക്കുന്ന ഒരുപാട് രോഗമുണ്ട്. അതിൽപ്പെട്ട വലിയ രോഗമാണ് അഹങ്കാരം എന്നുള്ളത്, താൻ പോരുക എന്നുള്ളത്. ഞാനൊരു സംഭവമാണെന്ന് എനിക്കെന്നെ തോന്നുക. അതാണ് പിശാച് പലപ്പോഴും നമ്മെ പോറലേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കാര്യം, അല്ലെ. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ നിഷ്ഫലമാക്കരുത്, വലാ തുബ്തിലൂ സദഖാത്തിക്കും. രണ്ട് കാര്യങ്ങൾ കൊണ്ട്, ബിൽ മന്നി വൽ അദാ, ഉപദ്രവം ഏൽപ്പിച്ചുകൊണ്ടും എടുത്തു പറഞ്ഞുകൊണ്ടും. ദാനധർമ്മം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എടുത്തു പറയുന്നു, അല്ലെങ്കിൽ ഒരാളെ അതുകൊണ്ട് ഉപദ്രവിക്കുന്നു, അതുകൊണ്ട് അത് നിഷ്ഫലമാക്കരുത്. അപ്പോ നമ്മളെ അങ്ങനെ നിഷ്ഫലാക്കിയിട്ടുണ്ടോ, ഞാന് ആരോടെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടോ, ഞാൻ എന്ത് ചെയ്യണം? വിചാരണ സ്വയം നടത്തണം. മൂന്നാമത്തെ സംഗതി, ഒരാൾ മുഹാസബ നടത്തുന്നതിന്റെ വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള അവന്റെ സാമീപ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റുകൾ ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് തൗബ ചെയ്യാൻ, ഞങ്ങനെ സംഭവിച്ചുപോയി, എന്റെ കർമ്മങ്ങളിൽ അബദ്ധം വന്നു, ഞാൻ വ്യക്തികളുമായിട്ടുള്ള പെരുമാറ്റത്തിൽ വീഴ്ച വരുത്തി എന്നെനിക്ക് ബോധ്യമായാൽ, അല്ലെങ്കിൽ ഒരാൾ എന്നോട് പറഞ്ഞാൽ, എനിക്ക് അള്ളാഹിനോട് തൗബ ചെയ്യാനും ആ വ്യക്തിയോട് ക്ഷമാപണം നടത്താനും തെറ്റ് തിരുത്താനും അള്ളാഹുവിലേക്കുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്താനും മുഹാസബ എന്നുള്ളത് നമ്മളെ സഹായിക്കും. അതാണ് സ്വയം വിചാരണ ചെയ്യുന്നതിന്റെ മൂന്നാമത്തെ നേട്ടം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ സഹോദരങ്ങളെ ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു കിട്ടൂല. അതുകൊണ്ട് സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കുക. എങ്ങനെയാണ് ഞാൻ എന്റെ ഒരു ദിവസം ചിലവഴിച്ചത്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ട്, ഓരോ വയസ്സായ ആളുകളും, അത് 20 ആയവരുണ്ടാവും, 25 ആയവരുണ്ടാവും, 50 ആയവരുണ്ടാവും, 60 ആയവരുണ്ടാവും. ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുള്ള ആയുസ് ഞാൻ എങ്ങനെയാണ് ചിലവഴിച്ചത്? അത് ഖൈറാണോ ഷർറാണോ? നാളെ പെട്ടെന്ന് ഈ മരണത്തെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഞാനൊന്നിപ്പം മരിക്കാനായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാനും എന്റെ കുടുംബവും വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ആക്സിഡന്റിന് സാക്ഷിയാവുകയാണ്. മരണത്തോട് മുഖാമുഖം കാണുന്ന ഒരു ആക്സിഡന്റാണ് നേരെ മുമ്പിൽ കാണുന്നത്. കുറച്ചു കഴിഞ്ഞപ്പം അറിയുന്നത് പിന്നെ അത് മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇതെന്താ സഹോദരന്മാരെ? ആ സഹോദരൻ തന്റെ വീട്ടിൽ നിന്ന് ബൈക്കുമായിട്ട് യാത്ര പുറപ്പെട്ടത് തന്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലണം എന്നുള്ള ചിന്തയിലാണ്. പക്ഷേ പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിച്ചു, അബോധാവസ്ഥയിലേക്ക് പോയി. പിന്നെ മെഡിക്കൽ കോളേജിൽ എത്തുന്നതിനും അയാൾ മരണപ്പെടുകയാണ്. ഇതായിരിക്കും ചിലപ്പോൾ മരണം വരുന്ന വഴി. ഇങ്ങനെയുള്ള ഒരു മരണം എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള നേരം ഉണ്ടാവില്ല. ഒരാളോട് ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അയാളോട് ക്ഷമാപണം നടത്താൻ എനിക്ക് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ സമയത്തിന്റെ മൂല്യം തിരിച്ചറിയാൻ മുഹാസബ നമ്മളെ സഹായിക്കും. മറ്റൊരു കാര്യം എന്താണ്?
തെറ്റിന്റെ അകത്ത് വന്നൂര് ബോധ്യമായാൽ പിന്നെ നമുക്ക് കിട്ടുന്ന വലിയ നേട്ടം, നമുക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അത് പ്രേരിപ്പിക്കും. എന്റെ അടുത്ത് ഇന്ന വീഴ്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പടച്ചവനെ ആ തിന്മകളിൽ നിന്ന്, പോരായ്മകളിൽ നിന്ന് മാറി കൂടുതൽ ഹൈറുകൾ ചെയ്യാൻ, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ഇനി ആ തിന്മകളിലേക്ക്, പഴയ തിന്മകളിലേക്കൊന്നും ഞാൻ പോകില്ല എന്ന് ഉറച്ചു തീരുമാനിക്കാൻ തഖ്വ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് മുഹാസബ ചെയ്യുന്ന ഏറ്റവും വലിയ മെച്ചാണ്. നമ്മുടെ ഹൃദയത്തിൽ തഖ്വ എന്നുള്ളത്, ഇപ്പൊ നമ്മൾ ആലോചിച്ചു, ഒരു മാസം റമദാൻ നമുക്ക് കിട്ടി, നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തു, ആ നേട്ടങ്ങൾ തുടർത്ത് കൊണ്ടുപോവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? റമദാനിന് ശേഷം റമദാനിൽ നമ്മൾ നേടിയെടുത്ത നന്മകൾ തുടർത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ തഖ്വ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് മുഹാസബ എന്നുള്ളത് തഖ്വ വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്മൾ വിനയപ്പെടുന്നു, ലളിതമാകുന്നു. നമ്മുടെ പോരായ്മകൾ സ്വയം തിരിച്ചറിയുന്ന സന്ദർഭത്തിൽ ഞാൻ ഒരിക്കലും വലിയവനല്ല, എനിക്കൊരു കഴിവുമില്ല, ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യബോധം നിർണ്ണയിക്കാനാണ് മുഹാസബ നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനു അൻഫുസകും ഖബ്ല അൻ തുസനു. എന്താ പറഞ്ഞത്? നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും. അള്ളാഹു നമ്മുടെ കർമ്മരേഖ കൃത്യമായി വിചാരണ ചെയ്യും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ തൂക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം കർമ്മങ്ങൾ തൂക്കി നോക്കുക. ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അൽ കൈസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ ഹവാഹാ വതമന്ന അലല്ലാഹ്. തുർമുദി ഉദ്ധരിക്കുന്ന ഹസനായിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ആരാണ് തന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുകയും വിചാരണ ചെയ്യുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം, ആരാ ബുദ്ധിയുള്ള ആള്? ബുദ്ധിയുള്ള ആള് എന്ന് പറഞ്ഞാൽ തന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുക. നമ്മുടെ ഹവ എന്നുള്ളത്, നമ്മുടെ ഇച്ഛ എന്ന് പറയുന്ന നിരന്തരം തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും. ആ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സിനെ കീഴ്പ്പെടുത്തുക, നമ്മുടെ ഇച്ഛക്കെതിരിൽ പോരാടുക, സ്വയം വിചാരണ ചെയ്യുക, മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഓനാണ് ബുദ്ധിമാൻ. എന്നാൽ സ്വന്തം മനസ്സിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും എന്റെ മനസ്സിനോട് അതാ പറയുന്നത് ഇതാ പറയുന്നത് അതൊക്കെ ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിൽ അനാവശ്യമായിട്ടുള്ള പ്രതീക്ഷകൾ, അതായത് അള്ളാഹ് എനിക്ക് സ്വർഗം തരും, അള്ളാഹ് എന്റെ പാപങ്ങൾ പുറത്തു തരും, ഞാൻ എല്ലാ വൃത്തികേടുകളിലും തോന്നിവാസങ്ങളിലും മുഴുക, എന്നിട്ട് പറയാം എന്റെ അള്ളാഹ് എനിക്കതൊക്കെ പുറത്തു തരും. ഇങ്ങനെ അനാവശ്യമായിട്ട് അള്ളാഹിനെ സംബന്ധിച്ച് പ്രതീക്ഷകൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നവൻ അശക്തനാണ്, നിർഭാഗ്യവാനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹ് എങ്ങോട്ടാ നോക്കുന്നത്? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാബിക്കും, അജ്സാമിക്കും എന്ന് പറയാം, അജ്സാബിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അള്ളാഹ് അങ്ങനെ ശരീരത്തിന്റെ പ്രകൃതത്തിലേക്കല്ല നോക്കുന്നത്. നിങ്ങൾ എത്ര വലിയ സുന്ദരനാണ്, എത്ര ബ്യൂട്ടി മെറ്റീരിയൽസ് ഉപയോഗിച്ചു. ഇപ്പൊ മത്സരം ഏതിലാണ് നടക്കുന്നത്? കോസ്മെറ്റിക്സിന്റെ മത്സര. ആണും പെണ്ണും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടി. ഏറ്റവും കൂടുതൽ ഉപഭോഗം നടത്തുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന നാടായിട്ട് കേരളം മാറുന്നു. എന്റെ കയ്യിൽ വരുമാനമുണ്ടോ, അതിനുള്ള ആസ്തി ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുന്നില്ല. എന്നാൽ അള്ളാഹ് എങ്ങട്ടാ നോക്കുന്നത്? നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അള്ളാഹ് പരിശോധിക്കുന്ന നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ അമലുസ്വാലിഹാത്തുകളുമാണ്. അതുകൊണ്ട് നന്നാവേണ്ടത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ പ്രവർത്തനങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലാ തസൂലു ഖദമ ഇബ്നു ആദം യൗമൽ ഖിയാമ മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അലു അൻ ഖംസ്. 5 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ആദമിന്റെ സന്തതി, അവന്റെ കാലുകൾ നാളെ പരലോകത്ത് മുന്നോട്ട് വെക്കാൻ പറ്റില്ല. 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, അവന്റെ ആയുസ്. എന്തിനാണ് നമ്മുടെ സമയം നമ്മൾ ചെലവഴിച്ചത്? തോണ്ടിക്കൊണ്ടേയിരിക്കുക. ഒരു ഉപകാരമില്ലാത്ത സാധനങ്ങൾ, തമാശകൾ, ഫലിതങ്ങൾ നേരം പോക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട സമയം. യൗവനം, സമ്പാദ്യം, ചെലവഴിച്ച
രീതി എന്താണ് ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ സമ്പാദിച്ചത് എങ്ങനെയാണ് അത് ചെലവഴിച്ചത്? അറിവ് അല്ലെ, അറിവ് സമ്പാദിക്കേണ്ടതുണ്ട്. ഈ അറിവ് എങ്ങനെയാണ് ഉപയോഗിച്ചത്? ഇതിനൊക്കെ കുറിച്ച് ചോദിക്കാതെ നാളെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കാൻ വേണ്ടി വിചാരണ നേരിടുന്നതിന് മുമ്പ് നമ്മൾ സ്വയം വിചാരണ നടത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് നിങ്ങളോട് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഈ സ്വയം വിചാരണ ഒരാൾ ചെയ്തില്ല വിചാരിക്കുക, ആക്കെ വരുന്നതെടുത്ത് വെച്ച് കാണാം. ചിലവരങ്ങനെ അറിയാം, അത് വരട്ടെ വന്നിട്ട് കാണാം. എന്നാലേ എല്ലാം വന്നെടുത്ത് വെച്ച് കാണാൻ പറ്റൂല. എല്ലാം അങ്ങനെ നമ്മൾ തീരുമാനിച്ച പെരും കുഴിക്കാണ് നമ്മൾ പോയി ചാടുക. അതുകൊണ്ട് അത് ഒരുപാട് നഷ്ടമുണ്ടാക്കും. സ്വയം നമ്മൾ വിചാരണ മരണത്തിനു മുമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നമുക്ക് ബാധിക്കുക, പിശാച് നമ്മളെ കൊണ്ടെത്തിക്കുക ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്. അല്ലേ? ആധാർ കാർഡ് വേണം എനിക്ക്, അല്ലെങ്കിൽ എന്റെ പൗരത്വം പരിശോധിക്കുന്ന രേഖ തയ്യാറാക്കണം. അത് വരണോടത്തേക്ക് കാണാതെ അറിഞ്ഞില്ല എന്താ സംഭവിക്കുക? അത് കാണും. പിന്നെ അവിടെയും ഇവിടെ പോയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ നാളെ പരലോകത്ത് റിട്ടേൺ ടിക്കറ്റ് ഇല്ല. ചിലവരൊക്കെ എന്നെ പൊളിറ്റിക്കൽ ലീഡറെ പിടിച്ചാൽ ഇന്ന ആളെ പിടിച്ചാൽ അവിടെ റെക്കമെൻഡേഷൻ ഇല്ല. ചില ആളുകൾ പഠിപ്പിച്ചു കൊടുക്കണ എന്താണ്, അവിടെ നല്ല റെക്കമെൻഡേഷൻ ഉണ്ട് എന്നാ. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൾ ഫാത്തിമയോട് പറയുന്നത് എന്താണ്? ഇവിടുത്തെ കാര്യം നിന്നോട് ചോദിച്ചോ, നാളെ പരലോകത്തന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട പ്രവാചകൻ സ്വന്തം മകളോടത് പറഞ്ഞു, നമ്മളെവിടെ കിടക്കുന്നു. അതുകൊണ്ട് വിചാരണ നേരിടുന്നതിന് മുമ്പ് നമ്മൾ സ്വയം വിചാരണ ചെയ്തില്ലെങ്കിൽ ഒന്ന് നമുക്ക് സംഭവിക്കുക അശ്രദ്ധയാണ്. രണ്ടാമത്തത്, എന്തെങ്കിലും കേട്ടാലും ഹൃദയത്തിൽ കേശില്ല. ചിലവർക്ക് അങ്ങനെയാണ്, കലം കമഴ്ത്തി വെച്ച മാതിരിയാണ്, വെള്ളം കെട്ടി കയറൂല, ഹൃദയം കഠിനാവും. അതൊക്കെ ഉസ്താദ് വെറുതെ പറയാതെ, ഉസ്താദിനെ അത് വെറുതെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഹൃദയം കഠിനമായ ആളുകൾ എല്ലാത്തിനും ന്യായീകരണം കണ്ടെത്തും. അപ്പൊ ഒന്നും തലയിലേക്കും കയറൂല. മൂന്നാമത്തത്, പരലോകത്തെ ചിന്ത ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെ വിചാരണ കഠിനായിരിക്കും. അത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. നരകം സത്യമാണ്, സ്വർഗം സത്യമാണ്. ജീവിതത്തിൽ കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പരലോക വിചാരണ കഠിനമാകും. തെറ്റുകളിൽ ഉറച്ചു നിൽക്കാനാണ് ഇത്തരം ആളുകൾക്ക് ഇത് പ്രേരണ നൽകുക. വിചാരണ നടത്തുന്ന ആളുകൾക്ക് തെറ്റിന്ന് മാറി നിൽക്കാൻ പറ്റും. അവരുടെ സമയം നഷ്ടപ്പെടും. അല്ലെ, നാളെ നീളെ വിചാരിക്കുന്ന ആളുകളുണ്ട്. എന്ത് നല്ല കാര്യവും നീട്ടിവെക്കുക, ഒന്നും ഒരു ചെയ്യൂല, എന്നിട്ട് അവസാനം ഇടകറാവുക. ഇങ്ങനെയുള്ള ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്ന അഹങ്കാരാണ്. സ്വയം ഇങ്ങനെ പോയിട്ട് ഞാനൊരു സംഭവമാണെന്ന് എനിക്കിങ്ങനെ തോന്നും, പിശാചി തോന്നിപ്പിക്കും. ഞാൻ അത്യാവശ്യം അമൽസാലിയാത്ത് ചെയ്തില്ലേ, ഞാൻ സ്വർഗത്തിൽ കയറി, പിന്നെ ആരാ കയറുകയാണ്? ഇങ്ങനെയുള്ള വേണ്ടാത്ത ചിന്തകൾ ഇവന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും. അഹങ്കാരം ബാധിക്കും. തൗബത്തുള്ള അവസരം നഷ്ടപ്പെടും. എന്റെ അടുത്ത് ഇന്നൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമായി ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് അല്ലെ, ഒരു രേഖ SIR സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ തെറ്റ് തിരുത്താനൊരു അവസരം കിട്ടി. അവസരം കിട്ടിയപ്പോ എന്നെ തെറ്റുണ്ട് തിരുത്തി കൊടുത്തു. അപ്പം ഞാൻ ആദ്യം കൊടുത്ത തന്നെ കറക്റ്റാണെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നമ്മൾ നിന്നിട്ടില്ല. അപ്പോ ഈ മുഹാസബ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ തെറ്റ് തിരുത്താനുള്ള അവസരം, തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അല്ലെങ്കിൽ എന്താ, ധാർമ്മികമായി നമ്മൾ തകരും. സൽക്കർമ്മങ്ങൾക്ക് മടിയായിരിക്കും, നമ്മൾ സൽക്കർമ്മം ചെയ്യാൻ പോകില്ല. മരണസമയത്ത് ഏറ്റവും വലിയ ഖേദം നമുക്കുണ്ടാവും സഹോദരന്മാരെ. മരണത്തിന്റെ വേള, നേരത്തെ ഞാൻ ഒരു മരണത്തെക്കുറിച്ച് പറഞ്ഞു, തൗബ ചെയ്യാൻ പോലുള്ള അവസരം നമുക്ക് കിട്ടൂല. ഇതൊക്കെ എന്തിനാ മെമ്പറിന് കേൾക്കുന്നത്? ഒരു മാറ്റം ഹൃദയത്തിലുണ്ടാവണം. ഈ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാവണം. നമ്മൾ സ്വയം വിചാരിക്കണം. അത് ഒരാളി മാറ്റില്ല, അവൻ സ്വയം വിചാരിക്കുന്നത് വരെ. അതുകൊണ്ട് നമ്മൾ മാറണം. എനിക്ക് സ്വർഗം കിട്ടണം, എന്റെ വിചാരണ എളുപ്പത്തിൽ പോകണം
എന്നൊക്കെ ഞാൻ ചെയ്യേണ്ട, ഞാൻ തീരുമാനിക്കേണ്ട, ഞാൻ ആഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ്, കാര്യങ്ങൾ നേരെ നല്ല രൂപത്തിൽ വിചാരണ നടക്കുകയും എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മഹാഭാഗ്യമാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. توفنا مسلما وألحقنا بالصالحين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وأصحابه أجمعين.